മെറ്റൽ ഡിറ്റക്ടറിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞൊരു പോയിന്റ് നേരത്തെ ഒരു മത്സ്യത്തൊഴിലാളി കണ്ടു എന്നൊരു നേരത്തെ തന്നെ വാർത്തകൾ വന്നത് ആ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകളുണ്ട്. ഈശ്വര മൻപെ അദ്ദേഹം 3 വട്ടം ഇന്ന് ഡൈവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ 2 തവണ ഡൈവ് ചെയ്തപ്പോൾ കണ്ടില്ല. 3ാമത്തെ ഡൈവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് റോപ്പ് അഴിഞ്ഞ് ഒരു 50 മീറ്ററോളം ഒഴുകി പോകുന്ന നിലയുണ്ടായി. പക്ഷെ എങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡൈവ് ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴുക്കുണ്ട്, പുഴയുടെ ജലനിരപ്പിൽ ചെറിയൊരു താഴ്ച ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒഴുക്ക് ശക്തമായി തന്നെ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് അതേ ഫോക്കസിൽ തന്നെ അതിന്റെ തൊട്ടടുത്തൊരു പോയിന്റിൽ ഡൈവ് ചെയ്യാനാണ് ഉച്ചയ്ക്ക് ശേഷവും തീരുമാനിച്ചത്. ബോട്ടുകൾ അവിടെ നങ്കൂർ വിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ഇപ്പോൾ കരയെ കൂടി ഉപയോഗിച്ചുകൊണ്ട്, കരയിലെ ഉപകരണങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകൾ, അതോടൊപ്പം തന്നെ കരയിലെ നമ്മുടെ ഇലിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മൺകൂനയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പരിധിവരെ ഇന്ന് അത് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡൈവ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ പറ്റുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും ഡൈവ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ചെറിയൊരു ആ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഴയിലെ അടിത്തട്ടിലേക്ക് പോയിട്ടുള്ള ഒരു ഗൗരവമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.